ഹലോ ഫ്രണ്ട്സ്. അപ്പം അങ്ങനെ ഇന്ന് രാവിലെ തന്നെ നമുക്ക് കുറച്ച് കടഞ്ഞണ്ടിനെ കിട്ടി. അപ്പം ഞങ്ങളുടെ കടഞ്ഞണ്ടിനെ കിട്ടിക്കഴിഞ്ഞാൽ സാധാരണ ചെയ്യാറുള്ളതെന്ന് പറഞ്ഞാൽ അതിനെ തേങ്ങ അരച്ച് കറി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ നിങ്ങൾക്ക് അതെങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മളൊരു 1.5 മുറി തേങ്ങ തിരികെ എടുക്കുക. എടുത്തതിന് ശേഷം ഇതിനകത്ത് നമ്മൾ തേങ്ങയുടെ കൂടെ അരക്കേണ്ട കുറച്ച് ഐറ്റംസ് ഉണ്ട്. തേങ്ങ, കൊച്ചുള്ളി, പെരുംജീരകം, അതേപോലെ തന്നെ കുരുമുളക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി. മുളക് പൊടിയൊക്കെ 2 സ്പൂണും പിന്നെ 1 സ്പൂണും മല്ലിപ്പൊടി. ഇതെല്ലാം കൂടെ എടുക്കുക. ആ തേങ്ങയ്ക്ക് അതിലിട്ട് ഈ കാണുന്ന രീതിയിൽ നല്ല രീതിയിൽ പേസ്റ്റാക്കി അങ്ങോട്ട് അരച്ചെടുക്കുക. അങ്ങോട്ട് അരച്ചെടുത്ത ശേഷം നമ്മൾ വെളിച്ചെണ്ണയ്ക്കകത്ത് ഇടേണ്ട സാധനങ്ങളാണ് ഈ കാണുന്നത്. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ തക്കാളി, കൊച്ചുള്ളി, പിന്നെ അതുപോലെ തന്നെ പച്ചമുളക്, നമ്മുടെ വാളംപുളി, പിന്നെ കുറച്ച് കറിവേപ്പില. അതിന് ശേഷം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഇടുക, ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിനകത്ത് നമ്മുടെ ഉലുവ, അതിന് ശേഷം കുറച്ച് കടുക് ഉലുവ അങ്ങോട്ട് പൊട്ടിയതിന് ശേഷം അതിലേക്ക് മുമ്പേ നമ്മൾ അരിഞ്ഞ് വെച്ച് ഈ ഐറ്റംസ് എല്ലാം അങ്ങോട്ട് ഇടുക. പിന്നെ തക്കാളി നമ്മൾ ഇടുക എന്നുള്ളത് ഓപ്ഷണലാണ്. നമ്മൾ വേണമെങ്കിൽ ഇട്ടാൽ മതി, ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ നമ്മൾ ഈ വാളംപുളി ഇടുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോഴേ ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കറിക്കകത്തില്ല, നല്ല രീതിയിൽ പിടിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വാളംപുളിയും കൂടെ അതിനകത്തിൽ ഇടുന്നത്. അപ്പോൾ ഇതങ്ങോട്ട് ശകലം അങ്ങോട്ട് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില അതിനകത്തിൽ നമ്മളങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് നല്ല രീതിയിൽ അങ്ങോട്ട് വഴറ്റി ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിനകത്തിലോട്ട് നമ്മൾ ആ അരച്ച് വെച്ചേക്കുന്ന ആ പേസ്റ്റ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ ആ തേങ്ങ അരച്ച് അതങ്ങോട്ട് നല്ല രീതിയിൽ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതങ്ങോട്ട് ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അതിന് മുമ്പായിട്ട് കുറച്ച് വെള്ളം ഒന്ന് അടപ്പേ വെച്ച് ചൂടാക്കി വെച്ചേക്കണം. കാരണം ഇതിനകത്ത് നമുക്ക് ഒഴിച്ച് അതൊന്ന് ഈ ഒരു പരുവത്തിലാക്കി എടുക്കണം. അപ്പം ആ വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം ഇതൊരു ലോ ഫ്ലെയിമിൽ നല്ല രീതിയിൽ അങ്ങോട്ട് തിളക്കണം. അപ്പോൾ തിളയ്ക്കുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമ്മുടെ ആവശ്യാനുസരണം ഉപ്പും കൂടി ഇടുക. അതിന് ശേഷം നമ്മൾ മുമ്പേ കഴുകി വെച്ചേക്കുന്ന ആ ഞണ്ട് എടുത്തിട്ട് ആ ഞണ്ട് ഈ കാണുന്ന രീതിയിൽ ക്ലീനാക്കി എടുക്കുക. ഇപ്പോൾ ഇതിനകത്ത് ആവശ്യമില്ലാത്തതെന്ന് പറഞ്ഞാൽ ഇതിനകത്തല്ലേ നമ്മൾ അതിനകത്ത് കാണുന്ന ഒരു പൂവുണ്ട്. ആ പൂവ് അതിനകത്ത് നിന്നും പറിച്ചങ്ങ് കളയണം. ആ പൂവ് പറിച്ച് കളഞ്ഞാൽ ബാക്കിയെല്ലാം നല്ലതാണ്. അതിൻ്റെ വെള്ളം എന്നൊക്കെ പറയുമ്പോൾ ഈ കറിക്കകത്തിലോട്ട് ആഡായി കഴിയുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. അതുകൊണ്ട് വെള്ളം കളയരുത്. വെള്ളം മാക്സിമം നമ്മൾ ആ കറിക്കകത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അതിന് ശേഷം നമ്മൾ പിച്ചാത്തി എടുത്ത് 2ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇതിനകത്തിലങ്ങ് ആഡ് ചെയ്താൽ മതി. പക്ഷേ അമ്മയാണ് ഇതിനകത്ത് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. പിന്നെ ശ്രീക്കുട്ടിയും കൂടെ ഒക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. ശ്രീക്കുട്ടി അറിയാവുന്ന പോലെയൊക്കെ എല്ലാം ട്രൈ ചെയ്ത് എല്ലാം നല്ല രീതിയിൽ ക്ലീനാക്കിയൊക്കെ ഇടാൻ ശ്രമിക്കുന്നുമുണ്ട്. പിന്നെ നമ്മൾ ഇതേ കൂട്ടി കാണുന്ന കൂട്ട് തന്നെ ഇത് കട്ട് ചെയ്ത് 2ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇതിനകത്തിൽ ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ആ കറി അങ്ങോട്ട് തിളച്ച് വരുന്ന ആ ഒരു ടൈമിൽ ഈ നമ്മൾ കണ്ട ഈ അരിഞ്ഞ് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഈ ഒരു ഞണ്ട് അതിനകത്തിലോട്ട് ഇട്ട് കൊടുക്കുക. ഇതങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഒരു അരമണിക്കൂർ 10-20 മിനിറ്റിനുള്ളിൽ തന്നെ നല്ല രീതി വെന്ത് വരുന്നതായിരിക്കും സാധനം. ഇത് നല്ല വെന്ത് വന്നിട്ട് ശേഷം നമ്മൾ കുറച്ച് 2 കണ്ട് കറിവേപ്പിലയും കൂടെ അതിൻ്റെ മുകളിൽ ഒന്ന് ഇട്ട് നല്ല രീതിയിൽ അടച്ച് വെക്കുക. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയായിരിക്കും. നമുക്ക് ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി കഴിക്കാൻ. അത്രയ്ക്ക് നല്ല കറിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്തിട്ട് എല്ലാവരുടെയും ഒരു അഭിപ്രായം പറയണം.